ശ്രീമഹാദേവ്യൈ നമഃ. മഹാസരസ്വത്യേ നമഃ. മഹാലക്ഷ്മിയേ നമഃ. വിശ്വത്തിൻ നിർവരമ്പേ വിരുതൊടു സകലം കാത്തഴിക്കുന്ന വമ്പേ വിജ്ഞാനജ്ഞാനകാമ്പേ കനിവൊടുകതന കണ്ണുനേർ നീക്കുമമ്പേ ഭക്ത്യാ വാഴ്ത്താം കുരുമ്പേ പ്രണതജനമനോ മന്ദിര പുൽത്തിടമ്പേ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 29-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തു വരുന്നത്. ഹാലാഹലന്മാരെന്ന് പറയുന്ന ദൈത്യന്മാർ മഹാപരാക്രമികളായിരുന്നു. 3 ലോകത്തെയും പിടിച്ചടക്കിയ അവരെ ബ്രഹ്മാവ് നൽകിയ വരം കൊണ്ട് അഹങ്കാരികളും ശക്തന്മാരുമായിട്ടുള്ള അവര് 3 ലോകങ്ങളെയും പിടിച്ചടക്കിയ സമയത്ത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഹരിയും ഹരനും കൂടി ആ ദൈത്യന്മാരെയെല്ലാം കൊന്നൊടുക്കി. പക്ഷേ അത് ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് മതിമറന്ന ഹരിയും ഹരനും അവരുടെ കഴിവുകൊണ്ടാണ് അതെല്ലാം ചെയ്തത് എന്ന് അഹങ്കാരപ്പെട്ടു. അഹങ്കാരം അവരിലുണ്ടായ സമയത്ത് അവരുടെ പത്നിമാരായിട്ടുള്ള ഗൗരിയും ലക്ഷ്മിയും പുഞ്ചിരിച്ചു എന്നാണ് പറയണത്. അവരുടെ ആ പുഞ്ചിരി കേട്ട സമയത്ത് ദേവന്മാരെല്ലാവരും മായാവശരായിക്കൊണ്ട് മോഹിതരായിക്കൊണ്ട് ക്രുദ്ധരായി ശക്തിസ്വരൂപിണികളായിട്ടുള്ള ഗൗരിയെയും ലക്ഷ്മിയെയും അവര് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞു. ഉടൻ തന്നെ ആ 2 ദേവിമാരും അവരെ ഉപേക്ഷിച്ചിട്ട് അന്തർധാനം ചെയ്തു എന്നുവരെയുള്ള ഭാഗമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ശക്തിസ്വരൂപിണികളായിട്ടുള്ള അവരുടെ പത്നിമാരെ അപമാനിക്കുക കാരണം കൊണ്ട് ഹരിഹരന്മാരിരുവരും ഉടൻ തന്നെ തേജസ്സും ശക്തിയുമൊക്കെ ബുദ്ധിയുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ലക്ഷ്മി പോയതോടുകൂടി ഹരിയുടെയും ഗൗരി പോയതോടുകൂടി ഹരൻ്റെയും ശക്തിയെല്ലാം ചോർന്നുപോയി, നഷ്ടമായി. ബ്രഹ്മാവ് ചിന്താകുലനായി തീർന്നു. ഇങ്ങനെ വരാനെന്താ കാരണം? ദേവന്മാരുടെ കൂട്ടത്തിൽ ഇവർ 2 പേരുമാണ് പ്രമുഖര്. ഇവർക്ക് ശക്തിയില്ലാതെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക? അവരാണ് എല്ലാവർക്കും ശക്തി കൊടുക്കേണ്ടത്. അവർ തന്നെ ശക്തിഹീനന്മാരായിട്ട് ഇപ്പോൾ ഇരിക്കണോ? അകാലത്ത് ഇങ്ങനെ ഒരു ആപത്തുണ്ടാവാൻ എന്താ കാരണം? ഈ ജഗത്തിൽ എന്തെങ്കിലും പ്രളയാദി എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാൻ പോവുകയാണോ? എന്താ കാരണം എന്നറിയാതെ ഇപ്പം ഇതിന് പരിഹാരം എന്താ ചെയ്യുക എന്ന് കണ്ണടച്ചുകൊണ്ട് ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കുന്ന സമയത്ത് പരാശക്തിയുടെ കോപം നിമിത്തമാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. പിന്നീട് ശക്തിസ്വരൂപിണിയായിട്ടുള്ള തൻ്റെ ദേവിയുടെ പ്രഭാവത്താൽ തപോനിധിയായ ബ്രഹ്മാവ് കുറേ കാലത്തേക്ക് ഹരന്മാരുടെ ജോലി കൂടി ചെയ്തുകൊണ്ടുവന്നു. ശക്തിസ്വരൂപിണിയായിട്ടുള്ള ദേവി ബ്രഹ്മാവിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ സരസ്വതി. 3 പേരും ദുർഗാലക്ഷ്മി സരസ്വതിയാണല്ലോ. അതിൽ സരസ്വതി ദേവി ബ്രഹ്മാവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ടും പ്രഭാവം കൊണ്ടും കുറച്ച് തൽക്കാലം ഇപ്പോൾ ശക്തിഹീനരായിട്ടുള്ള വിഷ്ണുവിൻ്റെയും ഹരൻ്റെയും ജോലികൾ ബ്രഹ്മാവ് ചെയ്തു വന്നു എന്നാണ് പറയണത്. അത് തുടർന്ന് ബ്രഹ്മദേവൻ ആ 2 ദേവന്മാരുടെയും നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുദ്ദേശിച്ച് സ്വന്തം മക്കളായിട്ടുള്ള മന്വാദികളെയും സനകാദികളെയും ഒക്കെ വിളിച്ചു. അവരോട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാനിപ്പോൾ ജോലിത്തിരക്കിലായതുകൊണ്ട് തപസ് ചെയ്യാനുള്ള സമയം എനിക്കില്ല. പരാശക്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി
ഞാനിപ്പോൾ ജഗത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത് നടക്കുകയാണ്. ഹരിഹരന്മാരെ ഇരുവരും പരാശക്തിയുടെ കോപം കൊണ്ട് ഇപ്പോൾ ശക്തിഹീനരായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പരാശക്തിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തികഞ്ഞ ഭക്തിയോടുകൂടിയിട്ട് തീവ്രമായിട്ടുള്ള തപസ് ചെയ്യണം. ആ ഹരിഹരന്മാരെ ഇരുവരും മുൻപ് പോലെ ശക്തിയോടുകൂടിയവരായി തീരും വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ കീർത്തിയും മേൽക്കുമേൽ വർദ്ധിക്കും. ആ ശക്തികൾ വീണ്ടും ഏത് കാലത്തിലാണോ ജനിക്കുന്നത്, ഏത് കുലത്തിലാണോ ജനിക്കുന്നത്, ആ കുലം സർവജഗത്തിനെയും പാവനമാക്കിയിട്ട് സ്വയം കൃതാർത്ഥമായി തീരുകയും ചെയ്യും എന്നെല്ലാം ഇതാ മനുക്കളെയും സനകാദികളെയും ഒക്കെ വിളിച്ച് ബ്രഹ്മാവ് ഉപദേശിച്ചു. പിതാമഹവജശ്രുത്വ ഗതാ സർവേ വനാന്ധരേ രാധൈഷവ സർവേ ദക്ഷാധ്യാ വിമലാന്ധര. ഇങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് ദക്ഷൻ തുടങ്ങിയവർ ദേവിയെ ആരാധിക്കാനായിക്കൊണ്ട് വനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 29ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇനി അവർ തപസ് ഏത് വിധത്തിൽ ചെയ്തു, തപസ് കൊണ്ട് എന്താണ് ഉണ്ടായത് എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത 30ാമത്തെ അധ്യായത്തിലൂടെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. പറഞ്ഞുവല്ലോ, ആ ജനമേജയൻ്റെ സംശയത്തിനെ നിവാരണം ചെയ്തു കൊണ്ടുവരികയാണ്. പരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ്, ഭാവങ്ങളാണ്. ദുർഗാലക്ഷ്മി സരസ്വതി എന്നുണ്ടെങ്കിൽ, ഗൗരീലക്ഷ്മി സരസ്വതി എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ പുത്രിമാരായിട്ടൊക്കെ എങ്ങനെയാണ് ജനിച്ചത്